വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. ലീഗ് പ്രവർത്തകർ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിക്കുകയാണ്. നന്ദഗോപാലുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? സെക്രട്ടറിയെ വിരോധിച്ചുകൊണ്ട് ഇവർ ഈ കരട് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വാർഡ് വിഭജനം ഉണ്ടായപ്പോൾ ആ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കാര്യമായ ചർച്ചകളൊന്നും തന്നെ നടത്താതെ അട്ടിമറിക്കുള്ള ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഇവർ സെക്രട്ടറിയെ ഉപരോധിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. സെക്രട്ടറിയുമായി ഇവർ വലിയ വാക്കേറ്റത്തിലേക്ക് ഉൾപ്പെടെ പോവുകയും ചെയ്തു. അതിനിടെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ഇവരുടെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. ഏതായാലും ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യവുമായി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കാണ് ലീഗ് പ്രവർത്തകർ പോയതെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധവുമായി എത്തിയ ലീഗ് പ്രവർത്തകരിൽ ഒരു വിഭാഗത്തെ അകത്ത് നിർത്തി സെക്രട്ടറിയുമായി ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്നുള്ളതാണ് ലീഗ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. അതേസമയം കോർപ്പറേഷൻ അധികൃതരുടെ ഒരു വാദം എന്ന് പറയുന്നത് ഇത് കരട് വോട്ടർ പട്ടികയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സമയം ഇനിയുമുണ്ട്, അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം എന്നുള്ളതാണ്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ കരട് വോട്ടർ പട്ടിക വന്നതിന് പിന്നാലെ പല വിഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ലീഗ് പ്രവർത്തകരാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ സെക്രട്ടറിയെ ഉപരോധിക്കുന്നത്. ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? ഈ പ്രവർത്തകരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടോ നന്ദു? നിലവിൽ പ്രതിഷേധത്തിന് പിന്നാലെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ചില പ്രവർത്തകരെ അകത്ത് സെക്രട്ടറിയുമായി ഉൾപ്പെടെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ചർച്ചയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവരെത്തി ചർച്ച ചെയ്ത ഈ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാം, ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാം എന്നറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിനുശേഷമായിരിക്കും ഈ രീതിയിൽ കൂടുതൽ പ്രതികരണം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏതായാലും ഈ കരട് വോട്ടർ പട്ടിക ഇറങ്ങിയതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. മുഖദാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർ പറയുന്നു. ഒരേ വാർഡിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നവർ വാർഡ് വിഭജനം ഉണ്ടായ സമയത്ത് വലിയ വ്യത്യാസമാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ലീഗ് പ്രവർത്തകർ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് സൗത്ത് മണ്ഡലത്തിലെ ലീഗ് പ്രവർത്തകർ ഇങ്ങനെ ഉപരോധവുമായി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് എത്തിയത്. കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ലീഗ് പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവുക.